ദൈവം അനുവദിക്കത്തില്ല നിന്റെ കരം പിടിച്ചവൻ നിന്നെ അന്ത്യം വരെ നടത്തുവാൻ. വളരെ ഒരു പഴയൊരു ഗാനം നമ്മളൊന്ന് ചേർന്ന് സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് പാടി സ്തുതിക്കാൻ പോവാം. ഇത് പാടി കഴിയുമ്പം അത് പാടിയത് മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സംഭവിക്കണം. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇപ്പം ഈ പാടിയ പാട്ടുകൾ, ഈ എൻ്റെ യേശു എനിക്ക് നല്ലത്, എൻ്റെ വ്യക്തിപരമായ ഒരു വേദനയുടെ സമയത്ത് എനിക്ക് ഈ പാട്ട് പാടാനൊരു നിയോഗം കർത്താവ് തന്നു. ഞാൻ ഈ പാട്ട് പാടി. ഇപ്പം നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടതുപോലെ ആ കൈ നെഞ്ചത്തോട്ട് വെച്ചിട്ട് ഇത് തന്നെ ഇരുന്ന് പാടി. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് പാടി തീർന്നപ്പോൾ എൻ്റെ വേദനകളെ എൻ്റെ കർത്താവ് എടുത്തു മാറ്റി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാക്ഷ്യത്തിൻ്റെ ലെവല് വെച്ചിട്ട് ഇത് അത്ര അങ്ങോട്ട് എറിച്ചില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ സാക്ഷി എറിച്ചാലും എറിച്ചില്ലെങ്കിലും എനിക്കൊരു കർത്താവിനെ അറിയാം. എൻ്റെ കരം പിടിച്ചവൻ ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. ഇത് അറിവല്ല, ഇത് അനുഭവമാണ്. എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ആവേശം അറിവല്ല, എൻ്റെ അനുഭവമാണ്. എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ എരിവ് അത് അറിവല്ല. ഈ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, ഓ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രം എന്നാളുമേ. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. സന്തോഷമുള്ള മുഖത്തോടെ പാടിക്ക്. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രം എന്നാളും. One more time. ഓ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രം എന്നാളുമേ. We praise you. ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളകന്നു പരാ. ആശ്രയം ആയതു മുതലൻ ആദികളകന്നു പരാ. കർത്താവേ, നീ മാത്രം എന്നാളും. ഓ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രം എന്നാളുമേ. യെസ് ആമേൻ. എൻ്റെ ആശയേ ഓ ചേർന്ന് എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവ്. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവ്, നിന്ദയക്കായി നീ വരും നാളിൽ ഓ എന്നെ അനുഗ്രഹിക്കും. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. കർത്താവേ, നീ മാത്രം എന്നാളുമേ. ഓ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ, നീ മാത്രം എന്നാ.
കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാതെ നിശം എന്നെ കാത്തിടുന്നവൻ നീയേ. ഓ കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമായി കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമായി എനിക്കൊത്താശ ശബ്ദമുയർത്തി എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം. ദൈവജനം പ്രത്യാശയോടെ എൻ കാൽകൾ വഴുതാ എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാതെ നിശം എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമായി. ഓ കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമായി എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുവേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുവേ. ഓ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുവേ. ഓ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുവേ. ഇന്ന് രാത്രിയിൽ അവങ്കിലേക്ക് നോക്കുന്നവർക്ക് അവരിൽ നിന്നും കരുതലുകൾ. ഇന്ന് രാത്രി നമ്മെ കാക്കുന്ന ദൈവം, അവൻ നമ്മെ ഓർക്കുന്നു, അവൻ നമ്മെ മറക്കാത്ത ദൈവം. Yes, hallelujah. എന്റെ ആവശ്യങ്ങൾ നന്നായി അറിയുന്ന ദൈവം. ഓ ക്ഷമപാടാൻ കഴിയുമോ? കരുതുന്നവൻ യേശു അല്ലയോ, കലങ്ങുന്നതെന്തിനു ഞാൻ. കമോൺ. കരുതുന്നവൻ എൻ്റെ യേശു അല്ലയോ, കലങ്ങുന്ന ഒന്ന് പാടിക്കേ. ഓ കരുതുന്നവൻ എൻ്റെ യേശു അല്ലയോ. ഇത് പലരോടും പറയാൻ എളുപ്പമാണ്. കർത്താവ് കരുതുമെന്ന് നമുക്ക് മറ്റൊരാളോട് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ഒരു ആവശ്യത്തിൽ വരുമ്പോൾ പലപ്പോഴും ഇത് പറയാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആവും. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ തന്നെ നമ്മളോട് പറയുന്നു, ഓ കരുതുന്നവൻ എൻ്റെ യേശു അല്ലയോ, കലങ്ങുന്നതെന്തിനു ഞാൻ. Come on. ഓ കരുതുന്നവൻ എൻ്റെ യേശു അല്ലയോ, കലങ്ങുന്നതെന്തിനു. ഓ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല. യേശു നിന്നെ കൈവിടാത്ത ദൈവം. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ. എല്ലാവരും നിന്നെ മറന്നാൽ യേശു നിന്നെ മറക്കുകയില്ല. ഓ എല്ലാവരും നിന്നെ മറന്നാൽ യേശു നിന്നെ മറക്കുകയില്ല. എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. ഓ എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു. ആ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇന്ന് രാത്രി? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. ഓ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക. ഓ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല യേശു. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ. ഇന്ന് രാത്രിയിലും അവൻ ചെയ്യാൻ മതിയായവൻ. അബ്രഹാമിൻ്റെ ദൈവമല്ല, ഓ അത്ഭുതം ഞാൻ. ചെങ്കടലിലും വഴി തുറക്കാൻ അവനൊന്നും ശക്തനല്ല. എന്റെ ദൈവം ശക്തൻ. ചെങ്കടലിലും
വഴി തുറപ്പാൻ അവനെന്നും ശക്തനല്ലയോ. കരുതുന്നവൻ യേശുവല്ലയോ. കലങ്ങുന്നതെന്തിനു നീ? ഓ, കരുതുന്നവൻ എൻ്റെ യേശുവല്ലയോ. ഓ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല. അവൻ കൈവിടാത്ത ദൈവം. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ, ഓ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല. ഹല്ലേലൂയ. വിശ്വസിച്ച കരങ്ങളെ ചേർത്ത് തട്ടി ഹല്ലേലൂയ. ഭാരമുള്ള നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും. കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് പാടിക്കുക ആ ശബ്ദം. സാരം ഓടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നാലെയും ഇന്നുമെൻ അന്യനല്ലവൻ യേശു. ഇന്നാലെയും ഇന്നുമെൻ. ഓ, ഉലകവേ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. തണലെനിക്കു നൽകിയിടുവാൻ വലവാ. ഒന്ന് അനുഭവിച്ചേ ഇന്ന് രാത്രി നമ്മോട് കൂടെ. ഓ, നൽകിയിടുവാൻ. ഓ, എന്നും നല്ലവൻ യേശു. ഓ, ഇന്നാലെയും ഇന്നുമെൻ അന്യനല്ലവൻ യേശു. ഇന്നാലെയും യേശു. ഇന്നാലെയും ഇന്നുമെൻ മാറ്റമില്ലാത്തവൻ യേശു. ഇന്നാലെ ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഓ, ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഓ, യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. അത് വിശ്വസിക്കുന്നവരൊന്ന് പറഞ്ഞ് യേശു. യേശു വന്നിട്ടുണ്ട്
എന്നവസ്ഥയെ ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. Are you ready to encounter with Jesus tonight? ഇന്ന് രാത്രി യേശുവുമായി ഒരു കൂടിക്കാഴ്ച. യേശു, യെസ്, ഇന്ന് രാത്രി അവൻ എന്നെ തൊടാൻ, അവൻ എന്നോട് സംസാരിക്കാൻ, എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ ഇന്ന് രാത്രി യേശു ഇവിടെയുണ്ട്. യേശുവേ, യേശു വന്നിട്ടുണ്ട്. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ ഇന്നും ജീവിക്കുന്നോൻ. ഹല്ലേലൂയ. ആ കരങ്ങളൊന്ന് ഉയർത്തി പറയുമോ? കർത്താവേ, ഇന്ന് രാത്രിയിൽ ആ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയത് വെറുതെ അല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് രാത്രി യേശുവപ്പ ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നത് വെറുതെ അല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങിന്ന് രാത്രിയിൽ ആരെയോ ഇതിനകത്ത് തിരയുന്നുണ്ട്. ഇന്ന് രാത്രി യേശുവിൻ്റെ കണ്ണുകൾ ഇതിനകത്ത് ആരെയൊക്കെയോ തിരയുന്നുണ്ട്. ഇന്ന് രാത്രി യേശു ആരെയൊക്കെയോ ഇന്ന് രാത്രി ഇതിനകത്ത് തിരയുന്നുണ്ട്. യേശുവിൻ്റെ പാദങ്ങൾ ആരെയൊക്കെയോ ലക്ഷ്യമാക്കി ഇന്ന് രാത്രി അടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ പറ, കർത്താവേ, അത് ഞാനാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ യേശുവിനെ അറിഞ്ഞത് കൊണ്ട് മാത്രമായില്ല. ഇന്ന് രാത്രി യേശു എന്നെ തൊടാൻ. Come on. നിന്റെ ജീവിതം മൊത്തത്തിൽ ഇന്ന് രാത്രി മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. ഒരു പ്രതീക്ഷയുമില്ലാതെ സകലവും തകർന്നു നിൽക്കുന്ന നിന്റെ ജീവിതത്തെ, ആർക്കും അറിയാത്ത നിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇന്ന് രാത്രി യേശു കർത്താവ് ഇറങ്ങുകയാണ്. ആവശ്യക്കാരൻ ഇരിക്കുന്നിടത്തേക്ക് എന്റെ യേശു ഇന്ന് രാത്രി വരികയാണ്. അവനെ ആവശ്യമില്ലാത്ത ചിലരെ മറികടന്ന് എന്റെ യേശു ഇന്ന് രാത്രി ചിലരുടെ അരികിലേക്ക് വരികയാണ്. അപ്പാ, ഇന്ന് രാത്രി അനേകരുടെ ശബ്ദങ്ങൾ നീ കേൾക്കുന്നുണ്ട്. പക്ഷേ കരുണ തോന്നാൻ ഒരുവൻ കരയുന്നുണ്ട് ഇതിനകത്ത്. അവന്റെ ശബ്ദം ഇന്ന് രാത്രി അങ്ങയുടെ കാതുകളിൽ പതിയുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിരിക്കാം. സാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വീണ്ടും ഓർപ്പിക്കുന്നു, ദൈവവുമായുള്ള ജെനുവിൻ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലെ സ്ട്രഗിളുകളെ ജയിക്കാൻ നിങ്ങളെ സഹായിക്കും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കർത്താവുമായുള്ള നിങ്ങളുടെ ജെനുവിൻ റിലേഷൻഷിപ്പ്, വാസ്തവമായ കള്ളത്തരമില്ലാത്ത ആത്മാർത്ഥമായ ആ സ്നേഹബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സ്ട്രഗിളുകളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. നമ്മിൽ പലരും യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ എന്നോ ഒരിക്കൽ
ഒരതിഥിയായി ക്ഷണിച്ചവരാണ്. ഏതോ ഒരു മീറ്റിങ്ങിൽ ഏതോ ഒരു ദൈവദാസൻ നമ്മോട് പറഞ്ഞു, ഈ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്, ഈ യേശു നിങ്ങളെ രക്ഷിക്കുമെന്ന്, ഈ യേശു നിങ്ങൾക്ക് സമാധാനം നൽകുമെന്ന്, ഈ യേശു നിങ്ങൾക്ക് സ്വസ്ഥത വരുത്തുമെന്ന്. ആ ശബ്ദം കേട്ട് നമ്മൾ അവിടെ ഹൃദയത്തിൽ യേശുവിനെ ക്ഷണിച്ചു, യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി പേർ യേശുവിനെ ക്ഷണിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുശേഷം യേശുവുമായുള്ള ബന്ധം ഏത് തലത്തിലാണ് ഇപ്പോൾ നിങ്ങൾ നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, യേശുവിന് അതിഥിയുടെ പദവിയേക്കാൾ തനിക്കിഷ്ടം ആതിഥേയത്വം വഹിക്കാനാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കും, യേശുവിന് അതിഥിയുടെ റോള് ചെയ്യുന്നതിനേക്കാൾ കർത്താവിന് ഇഷ്ടം ആതിഥേയത്വം വഹിക്കാനാണ്. He cannot be your guest forever. Very soon he will become your host. നിന്റെ ജീവിതത്തിൻ്റെ ഹോസ്റ്റായിട്ട് എൻ്റെ കർത്താവ് മാറും. നിന്റെ ജീവിതത്തിൻ്റെ ആതിഥേയത്വം എൻ്റെ കർത്താവ് വഹിക്കും. നിന്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ സെൻട്രൽ പോയിന്റ് എൻ്റെ കർത്താവ് ആ പദവിയിലേക്ക്, ആ ഒരു തലത്തിലേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വരും. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം കർത്താവിനെ ഒന്ന് ഇൻവോൾവ് ചെയ്യിക്കാൻ, ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇന്ന് രാത്രി ഒന്ന് ഇൻവോൾവ് ചെയ്യിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പ്രൈസ് ഗോഡ്. നന്നായി വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് പോകാൻ ഒരു പ്രത്യേക തയ്യാറെടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഓൾറെഡി രജിസ്റ്ററാണ്. അദ്ദേഹത്തിന് അത് അനായാസം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കനായാസം നമ്മുടെ ജീവിതത്തിൽ സാധാരണമായി സംഭവിക്കുന്ന വിഷയത്തിൽ പോലും ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് ഇൻവോൾവ് ചെയ്യിക്കാൻ നമ്മളൊന്ന് തയ്യാറെടുത്താൽ, പരീക്ഷ എഴുതി പാസ്സായാൽ ആർക്കും അവസരങ്ങൾ ലഭിക്കും. പക്ഷേ എൻ്റെ മകളോട്, എൻ്റെ മകനോട് ഞാൻ പറയും, മോനെ നീ പരീക്ഷയ്ക്ക് തയ്യാറായത് ശരിയാണ്, പക്ഷേ കർത്താവിലൊന്ന് ആശ്രയിക്കാൻ ഒരു വാക്ക് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന വിജയത്തിന് മറ്റൊരു തിളക്കം സമ്മാനിക്കാൻ യേശുവിന് കഴിയും. എൻ്റെ ലൈഫിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്തും എന്നും തല ഉയർത്തി നിൽക്കും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇന്ന് രാത്രി അവൻ്റെ വിരലുകൾ കയറി ഇറങ്ങിയ ജീവിതങ്ങൾ ഈ ലോകത്തിനൊരു അനുഗ്രഹമാണ്. ഇന്ന് രാത്രി ദൈവ കരങ്ങളിൽ കയറിയ ഏത് ജീവിതങ്ങളും ഈ ലോകത്തിനൊരു വലിയ നേട്ടമാണ്. അപ്പൊ ദൈവവുമായി ബന്ധമുള്ള നിന്റെ സഭയ്ക്കൊരു അനുഗ്രഹമാണ്. ദൈവവുമായി ബന്ധമുള്ള നിന്റെ ജീവിത പങ്കാളിക്കൊരു അനുഗ്രഹമാണ്. ദൈവവുമായി ഒരു ജെന്യുവിൻ റിലേഷൻഷിപ്പ് ഉള്ള നിന്റെ മാതാപിതാക്കൾക്കൊരു അനുഗ്രഹമാണ്. ദൈവവുമായുള്ള ഒരു ബന്ധമുള്ള നിന്റെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇനി കർത്താവ് വരാൻ പോകുന്നത് നമ്മളെ ചേർക്കാനാണ്. സ്തോത്രം. യേശു കർത്താവ് വരാൻ പോകുന്നത് തൻ്റെ സഭയെ ചേർക്കാനാണ്. പക്ഷേ തിരുവചനം പറയുന്നു, അവൻ്റെ വരവ് വൈകുന്നു എന്ന് തോന്നുന്നെങ്കിൽ കുറച്ചു പേരുകൂടി മാനസാന്തരപ്പെടേണ്ടതിന് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പം ഇന്ന് രാത്രിയിൽ കുറച്ചുപേർ മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മിലൂടെ സംഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേരൊന്ന് ആഗ്രഹിക്കും, ആത്മാക്കളുടെ കടന്നുവരവ് അതെൻ്റെ പാസ്റ്ററിൻ്റെ ജോലിയല്ല,
സാക്ഷ്യം പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ജീവനുള്ള സാക്ഷിയായി മാറേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. സുവിശേഷം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു വലിയ പ്രസംഗം പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും യേശു നിങ്ങൾക്ക് ആരാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ജീവിതത്തിൽ നിനക്കൊരവസരം കിട്ടിയാൽ അവിടെ യേശു നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിന്നിലൂടെ 1000കണക്കിന് ആളുകൾ കർത്താവിങ്കലേക്ക് തിരിയാൻ കാരണമാകും. കാരണം പറയേണ്ടത് നമ്മുടെ കടമയും പ്രവർത്തിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഭാഷകൾക്ക് വ്യത്യാസമുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിത ശൈലികളിൽ മാറ്റമുണ്ടാകും. നമ്മൾ മറ്റുള്ളവരുമായി സഹകരിക്കുന്നതിൽ വ്യത്യാസമുണ്ടാകും. കർത്താവിങ്കിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ മാറി മറിയും. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളെ ചുറ്റി നിൽക്കുന്ന സമൂഹം വളരെ പാപം നിറഞ്ഞതാണ്. ഇതിനകത്ത് ഒരു വിശുദ്ധിയോടെയുള്ളൊരു ജീവിതം നയിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ബൈബിൾ പല തെളിവുകൾ നമ്മുടെ മുൻപിൽ നിരത്തുന്നു. ദൈവവുമായുള്ള ബന്ധം ദൃഢമാണെങ്കിൽ ഈ ലോകത്തിൻ്റെ മലിനതകൾ പറ്റാതെ ഈ ലോകയാത്രയിൽ നമുക്ക് ജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കാമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. 84-ാം സങ്കീർത്തനം 1-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഹൃദയം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു. ഈ വാക്യം എഴുതിയിരിക്കുന്നത് കോരഹപുത്രന്മാരാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. പക്ഷേ കോരഹപുത്രന്മാരുടെ ലൈഫ് നിങ്ങൾ പഠിച്ചാൽ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും അവർ പറയാനുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നല്ല അവർ വരുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു 10 മിനിറ്റ്. അപ്പം എനിക്കൊരിക്കലും, എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് ഞാൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നു, എനിക്കെൻ്റെ പശ്ചാത്തലത്തെ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. സ്തോത്രം. എനിക്ക് എൻ്റെ ചർച്ചിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരാമൻ പറയണം. എനിക്ക് എൻ്റെ പാസ്റ്ററിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഏത്? എൻ്റെ ആത്മീക വളർച്ചയുമായി ബന്ധപ്പെട്ട് കർത്താവുമായുള്ള എൻ്റെ റിലേഷൻഷിപ്പിനെ ബന്ധപ്പെട്ട് പറയുമ്പം എനിക്കെൻ്റെ മാതാപിതാക്കളെയോ എനിക്കെൻ്റെ അവസ്ഥകളെയോ എൻ്റെ സാഹചര്യങ്ങളെയോ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അങ്ങനെ കുറ്റപ്പെടുത്താൻ ആയിരുന്നെങ്കിൽ കോരഹപുത്രന്മാർക്ക് നല്ല റീസൺ ഉണ്ട് പറയാൻ. നിങ്ങൾക്കറിയാം, അഭിഷക്തനായ മോശയ്ക്കെതിരെ മത്സരിച്ച 3 പേർ, കോരഹ്, ദാദാൻ, അബീരാം, 4 പേർ, ഓൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൂടി. അതിന് നേതൃത്വം നൽകിയ മനുഷ്യനാണ് ഇവരുടെ പിതാവ് കോരഹ്. തങ്ങളെ ഏൽപ്പിച്ച ആലയത്തിന്റെ കാവൽക്കാരായി നിൽക്കുവാനുള്ള, സമാഗമന കൂടാരത്തിന്റെ കാവൽക്കാരായി നിൽക്കുവാനുള്ള ദൗത്യം ദൈവത്താൽ ലഭ്യമായി. എന്നാൽ മോശയുടെ ശുശ്രൂഷ കണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്കും ഇത് ശുശ്രൂഷിക്കാൻ കഴിയും. അവിടെ നടക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഈ കോരഹന്റെ മക്കൾ ഇങ്ങനെ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് വാചാലരാകാൻ, ആവേശത്തോടെ ഇതിനെക്കുറിച്ച് പറയാൻ കാരണമുണ്ട്. സ്തോത്രം. ഇത് മുൻപോട്ട് പോകുന്നതിന് മുൻപ് ഇന്ന് രാത്രി ദൈവമക്കളുടെ ഭവനങ്ങളിലെ സംസാര വിഷയങ്ങൾ ശ്രദ്ധിക്കണം. മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ, ഭക്ഷണത്തിനിരിക്കുമ്പോൾ
നിങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ നിങ്ങളുടെ സംസാര വിഷയത്തിന് അവൻ പ്രതിപാദ്യ വിഷയമാകുന്ന കാരണങ്ങൾ എന്താണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കണം. അത് ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തലമുറ നിങ്ങളുടെ കരങ്ങളിൽ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ആ ദിവസങ്ങളിലെ കോരഹന്റെ വീട്ടിലെ സംസാരം എന്തായിരിക്കും? ഈ ഗൂഢാലോചന എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള സംസാരമാണ് കോരഹന്റെ വീട്ടിൽ നടക്കുന്നത്. കോരഹന്റെ വീട്ടിൽ എൻ്റെ ഭാവനയിൽ ഒന്ന് പറഞ്ഞോട്ടെ, എല്ലാ ദിവസവും ബാക്കിയുള്ളവർ കൂടി വരും. എങ്ങനെ ഈ അഭിഷക്തനെ നമുക്ക് തകർക്കാൻ കഴിയും, എങ്ങനെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്കെതിരെ നമുക്ക് നിൽക്കാൻ കഴിയും, എങ്ങനെ ജനത്തെ നമ്മളിലേക്ക് തിരിക്കാൻ കഴിയും എന്നുള്ള ഗൂഢാലോചനകൾ നടത്തുമ്പോൾ ഇതാ മക്കൾ കേൾക്കുകയാണ്. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, മക്കൾക്ക് കർത്താവായിട്ടൊരു ബന്ധവുമില്ല, പിള്ളേർ പ്രാർത്ഥിക്കത്തില്ല പാസ്റ്ററെ, പിള്ളേർ ആരാധിക്കത്തില്ല പാസ്റ്ററെ, പിള്ളേർക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല പാസ്റ്ററെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഒരു നിമിഷം ഇന്നു മുതൽ അവരുടെ മുൻപിൽ ഒരു നല്ല മാതൃക വയ്ക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ നേടാൻ പോകുന്നത് നമ്മുടെ തലമുറകളെയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് കേട്ടെ, ഈ വിഷയം ഇങ്ങനെ നിൽക്കുമ്പം അവസരങ്ങൾ ഒത്തിരി ലഭിച്ചു, പക്ഷെ ഇവർ കൂട്ടാക്കിയില്ല. സംഭവം ഇത്രേ ഉള്ളൂ. അഭിഷക്തനെതിരെ മത്സരിച്ച, ദൈവിക നിയോഗങ്ങൾക്കെതിരെ മത്സരിച്ച വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. അതാണ് സംഭവിച്ചത്. പക്ഷേ ഒന്ന് ദിനവൃത്താന്തങ്ങൾ 9-ാം അധ്യായം 19-ാം വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. ഒരിക്കൽ കൂടി ഈ കോരഹനെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഒന്ന് ദിനവൃത്താന്തം 9:19 ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ കോരഹപുത്രന്മാർ മരിച്ചില്ല. 9:19 ആണോ? നിങ്ങൾ ആ വാക്യം കണ്ടോ? അങ്ങനെ തന്നെയാണോ വാക്യം? ഒന്ന് ദിനവൃത്താന്തങ്ങൾ 9:19. ക്ഷമിക്കണം. ഞാൻ ആ വാക്യം എനിക്കവിടെ മിസ്സായി. ഇവിടെ കോരഹപുത്രന്മാർ മരിച്ചില്ല എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിതാവും ആ കൂടെ നിന്ന സകലരും ന്യായവിധിയിൽ ഭൂമി വിഴുങ്ങിപ്പോയപ്പോൾ ഈ പിള്ളേര് മാത്രം അവിടെ നിന്ന് അവർ ഓടിമാറി. ദൈവകോപത്തിൽ നിന്ന് അവർ ഓടിമാറി. അവർ 84-ാം സങ്കീർത്തനത്തിൽ അവർ എഴുതി വച്ചിരിക്കുകയാണ്: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. അപ്പന്മാർക്ക് കാണാൻ കഴിയാഞ്ഞത് മക്കൾക്ക് ദൈവം ആ വെളിപ്പാടിനെ കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഈ കാലഘട്ടത്തിൽ ചിലര് ഈ മേഖലകളെ കുറിച്ച് പലതും പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം അനുഭവിച്ച, ഒരിക്കലെങ്കിലും ദൈവ സാന്നിധ്യത്തിൻ്റെ മാധുര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞവർ ഇതിനകത്തൊന്ന് ചേർന്ന് പറയുമോ? ഹല്ലേലൂയ. അതിൻ്റെ 10-ാമത്തെ വാക്യം: നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഇന്ന് രാത്രിയിൽ ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എനിക്ക് ആത്മാവിൽ പറയാനുള്ളൊരു കാര്യം,
ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീട്ടിൽ, നമ്മുടെ ഭവനത്തിൽ ഒരു തലമുറ കർത്താവിങ്കിലേക്ക് തിരിയും. ദൈവ സാന്നിധ്യത്തെ ഒരു താല്പര്യവുമില്ലാതിരുന്ന, നമ്മളെന്താ പറയുന്നത്, ഇവർക്ക് ആത്മീയ വിഷയങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ, ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസ്ഥകൾ നമ്മുടെ ഭവനങ്ങളിൽ സംജാതമാകുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അവർ കർത്താവിങ്കലേക്ക് അവർ തിരിയും. അവർ പറയും, ദൈവമേ, നിന്റെ സാന്നിധ്യം പോലെ ഈ ഭൂമിയിൽ മറ്റൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞെഴുന്നേറ്റാൽ ഇപ്പോൾ പ്രചരിക്കുന്ന പല കഥകളും, ഇപ്പം പ്രചരിക്കുന്ന പല വിവാദങ്ങളും അവസാനിക്കും. നമ്മുടെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിഷയത്തിലും ഏർപ്പെടാതെ, മറ്റൊരു വിഷയങ്ങളും സംസാരിക്കാതെ, ദൈവ സാന്നിധ്യത്തെ മാത്രം നോക്കി അതിനകത്ത് മാത്രം സന്തോഷിക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേറ്റാൽ നമ്മുടെ സഭകൾ വീണ്ടും ഉണരുവാൻ തക്കോണം ഇടയായിത്തീരും. ഇന്ന് രാത്രിയിൽ മോശയോടൊന്ന് ചോദിക്കാമോ? ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ പറയുകയാണ് മോശയോട്. പക്ഷെ മോശ പറയുന്നു, കർത്താവേ, എല്ലാം ഓക്കെയാണ്, പക്ഷെ നിന്റെ സാന്നിധ്യമില്ലാതെ എന്നെ പറഞ്ഞയക്കരുത്. എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാറ്റിലും ഉപരിയായി കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടച്ച് കർത്താവിനോടൊന്ന് പറഞ്ഞേ, ദൈവമേ, ആ സാന്നിധ്യം വേണം, ആ സാന്നിധ്യം വേണം. മനുഷ്യർക്ക് നൽകാൻ കഴിയാത്ത ഒരു ഉറപ്പ്, ഒരു ധൈര്യം ഇന്ന് രാത്രി ആ സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കുണ്ട്. തിരുവചനം പറയുന്നു, യഹോവ നിനക്ക് ചുറ്റും, യഹോവയുടെ നാമം അത് ഉറപ്പുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. മറ്റെന്തിനേക്കാൾ കൂടുതൽ കർത്താവേ, ആ സാന്നിധ്യം എനിക്ക് വേണമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ, ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ആരുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ പോകേണ്ടി വന്നപ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതയിലും എനിക്ക് കൂട്ടായി തീർന്നത് ആ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. യേശുവേ, യേശുവേ, നീ വേണം, മറ്റാരേക്കാൾ. നിൻ സാന്നിധ്യം പോൽ വേറെ ഒന്നുമില്ല, അതു പകരും ധൈര്യം പോൽ മറ്റൊന്നുമില്ല. നിൻ സാന്നിധ്യം പോൽ വേറെ ഒന്നുമില്ല, അതു പകരും ധൈര്യം പോൽ മറ്റൊന്നുമില്ല. നിൻ സാന്നിധ്യം പോൽ, നിൻ സാന്നിധ്യം പോൽ വേറെ ഒന്നുമില്ല, അതു പകരും ധൈര്യം പോൽ മറ്റൊന്നുമില്ല. നിൻ സാന്നിധ്യം പോൽ, നിൻ സാന്നിധ്യം പോൽ വേറെ, ഓ, അതു പകരും മറ്റൊന്നുമില്ല. യേശുവേ, നീ മതി ഈ മരുയാത്രയിലെന്നും തുണയാ. നാഥനേ, അങ്ങ് മാത്രമേ അനുദിനവും വഴി നടത്താൻ.
അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ. അധികമായി അധികമായി നിൻ സാന്നിധ്യം, ഇന്നലത്തേക്കാൾ അധികമായി അധികമായി നിൻ സാന്നിധ്യം. ആ സന്നിധിയിലെ മനോഹാരിത കാണാൻ ഇന്ന് രാത്രി എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. അധികമായി 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 നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം പോൽ, നിൻ സാന്നിധ്യം പോൽ വേറെ ഒന്നും ഉറപ്പോടെ പറയാൻ കഴിയും ഇന്ന് രാത്രി. അത് പകരും ധൈര്യം പോൽ മറ്റൊന്നു. എന്നാ ഇന്ന് രാത്രിയിൽ ആ സാന്നിധ്യം പകരുന്ന ധൈര്യം, ഈ ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും ആ സാന്നിധ്യം നിനക്ക് നൽകുന്ന ധൈര്യം എന്താണെന്നറിയാമോ? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവത്തിന്റെ അനുകൂലത നിനക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് പ്രതികൂലമായി ആര് നിന്നാലും ഇന്ന് രാത്രിയിൽ അവൻ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. നിന്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ നിന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. ഇന്ന് രാത്രിയിൽ ആ സാന്നിധ്യമാണ് എനിക്ക് വേണ്ടത്. എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, എന്റെ പരിചയങ്ങളോ, ആമേൻ ഹല്ലേലൂയ, എന്റെ അറിവുകളോ അല്ല എന്നെ നയിക്കേണ്ടത്. എനിക്ക് വേണ്ടത് ആ സാന്നിധ്യം. ഓ, നിൻ സാന്നിധ്യം പോൽ വേറെ ഒന്നുമില്ല. അത് പകരും ധൈര്യം, അത് പകരും. ഓ, നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം പോൽ വേറെ, അത് പകരും ധൈര്യം പോൽ മറ്റൊന്നു. യേശുവേ, യേശുവേ, നീ മതി ഈ മരുയാത്രയിലെന്നും തുണയായി. നാഥനേ, നാഥനേ, അങ്ങ് മാത്രമേ അനുദിനവും വഴി നടത്താൻ. ചോദിച്ചേ, അധികമായി 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 നിൻ സാന്നിധ്യം. ഓ, അധികമായി അധികമായി നിൻ സാന്നിധ്യം. ഓ, അധികമായി അധികമായി നിൻ സാന്നിധ്യം. പരിശുദ്ധ ആത്മാവേ, ഓ, അധികമായി നിൻ സാന്നിധ്യം വേണമേ. ഇന്ന് രാത്രി ആ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരുവചനം പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. കർത്താവുമായുള്ള ബന്ധത്തിൽ ഇപ്പോഴും ആ അകലം തന്നെ സൂക്ഷിക്കുകയാണോ? അവനോടൊന്ന് അടുക്കാൻ ഇന്ന് രാത്രിയിൽ ഒരു കൊതി നിന്റെ അകത്തുണ്ടോ? ദൈവ സാന്നിധ്യവുമായി എപ്പോഴും ആ കർത്താവിനോട് സംസാരിക്കുന്ന, ആ ദൈവ ശബ്ദത്തെ സ്വീകരിക്കുന്ന മനുഷ്യന്റെ വാക്കുകൾ നിന്നെ തളർത്തുമ്പോൾ ഇന്ന് രാത്രി ദൈവ ശബ്ദം നിന്നെ ബലപ്പെടുത്തും. മനുഷ്യന്റെ വാക്കുകൾ നിന്നെ തകർത്ത് കളയുമ്പോൾ ഇന്ന് രാത്രി ദൈവ ശബ്ദത്തിലാണ് നീ ആശ്രയിക്കുന്നതെങ്കിൽ, അവൻ മനുഷ്യൻ നീ തീർന്നു എന്ന് പറയുമ്പോൾ ദൈവം പറയും, ഞാൻ നിനക്ക് വേണ്ടി പുതിയൊരു വഴി. മോശ പറയുന്നു, എനിക്ക് കഴിയില്ല. ദൈവം പറയുന്നു, മനുഷ്യരാൽ അസാധ്യമെങ്കിലും സാധ്യമാക്കുന്ന ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി പലവട്ടം തോറ്റുപോയ നിന്റെ ജീവിതത്തെ ഈ പ്രാവശ്യം ജയത്തിലേക്ക് അവൻ കരം പിടിച്ചു നടത്തുകയാണ്. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് പോലും ഒരു പ്രതീക്ഷയും നിന്നെ കുറിച്ച് കാണത്തില്ല.
നിന്റെ കൂട്ടുകാർക്കൊരു പ്രതീക്ഷയും കാണത്തില്ല. പക്ഷെ ഒരു പ്രതീക്ഷയുമില്ലാത്ത നിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷമായി ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നിനക്ക് വേണ്ടി വെളിപ്പെടും. നിന്നെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ കാണത്തില്ല. പക്ഷേ ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്നെ കുറിച്ചൊരു നിർവചനമുണ്ട്. സ്വർഗത്തിൽ നിന്നെ കുറിച്ച് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അവൻ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് വേണ്ടി അവൻ അത് ചെയ്തു തരും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി അവനിൽ ഒന്ന് ആശ്രയിക്കാം. ആ ദൈവ പദ്ധതിക്കൊന്ന് കൈകൊടുക്കാൻ കഴിയുമെങ്കിൽ അതിരുകളില്ലാതെ അളവുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. അതിരുകളില്ലാതെ അളവുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. എത്ര പേർ പാടും ഇന്ന് രാത്രി? അതിരുകളില്ലാതെ അളവുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ വാഞ്ചയുള്ളവർ ശബ്ദമുയർത്തി ഓ അതിരുകളില്ലാതെ അളവുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. അത്യുന്നതൻ തൻ ചിറകിൻ മറവിൽ വസിക്കുവാൻ ഇടയാകണേ. സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുവാൻ സഹായി. അത്യുന്നതന്റെ ചിറകിൻ മറവിൽ വസിക്കുവാൻ. അത്യുന്നതൻ ചിറകിൻ മറവിൽ വസിക്കുവാൻ ഇടയാക്കണേ. സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുവാൻ സഹായിക്കണേ. മനോഹരം യാഹേ നിന്റെ ആലയം എന്തൊരാനന്ദം. പാടാൻ കഴിയുന്നവരൊന്ന് പാടിക്കേ. ആ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇന്ന് രാത്രിയിൽ പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചവരൊന്ന് ശബ്ദമുയർത്തി. ആ എന്തൊരാനന്ദം, എന്തൊരാനന്ദം. പലർക്കും സഭകൾ മറ്റു പലതിനും വേണ്ടിയായിരിക്കാം അവർ വരുന്നത്. പക്ഷെ ഇന്ന് രാത്രി ദൈവവുമായുള്ള ഒരു നല്ല ബന്ധമുള്ള നിന്നെ സംബന്ധിച്ചിടത്തോളം സഭ, സാങ്ച്വറി, അത് ദൈവവുമായുള്ള നിന്റെ ബന്ധത്തെ വീണ്ടും ഉറപ്പിക്കുന്ന ഇടമാണ്. അത് ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന ഇടമാണ്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പക്ഷി. ഓ ആരാധനയുടെ യാഗപീഠം സങ്കേതമാക്കി മാറ്റിയവരാണ് നമ്മൾ. ദൈവ സാന്നിധ്യം എന്റെ സങ്കേതം എന്ന് പാടിയവരാണ് നമ്മൾ. ശബ്ദമുയർത്തി. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പക്ഷിക്കും ചേറുകുരി. രാവിലെ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. ഹോരാ
രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്ന അങ്ങയുടെ ജനം ഇതിനകത്ത് ഇന്ന് രാത്രി എഴുന്നേൽക്കുന്നു. പിറുപിറുക്കുന്നവരല്ല, പരാതി പറയുന്നവരല്ല, ദൈവ സാന്നിധ്യത്തെ ആസ്വദിക്കുന്നവർ, ദൈവ സാന്നിധ്യത്തെ സങ്കേതമായി മറവിടമായി കാണുന്നവർ ഇതിനകത്ത് എഴുന്നേൽക്കുന്നു ഇന്ന് രാത്രി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. അധികമായി 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 നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ. അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം. Come on, അധികമായി 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 നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം. ഞാനോ കുറയേണം, അങ്ങെന്നിൽ നിറയേണം. നിൻ മകനായി ജീവിപ്പാൻ, നിന്നിഷ്ടം ചെയ്യുവാൻ. ഞാനോ കുറയേണം, അങ്ങെന്നിൽ. പ്രാർത്ഥിക്കാൻ കഴിയുമോ ഇന്ന് രാത്രി? കർത്താവേ, ഞാൻ കുറയണം, അങ്ങെന്നിൽ നിറയണം, അങ്ങെന്നിൽ നിറയണം. ഞാനല്ല ഇനി ജീവിക്കുന്നത്, ഞാനല്ല. ഓ, അങ്ങെന്നിൽ നിൻ മകനായി ജീവിപ്പാൻ, നിന്നിഷ്ടം ചെയ്യുവാൻ. ഞാനോ കുറയേണം, അങ്ങെന്നിൽ നിറയേണം. നിൻ മകനായി ജീവിപ്പാൻ, നിന്നിഷ്ടം ചെയ്യുവാൻ. അധികമായി അധികമായി നിൻ സാന്നിധ്യം. ഓ, അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം. ഓ, അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ. എനിക്കറിയത്തില്ല ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ എത്ര പേർ ആ ദൈവ സാന്നിധ്യത്തെ ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് അധികമായി ചോദിക്കുന്നവർക്ക് നൽകപ്പെടുന്നതാണ് അവൻ്റെ സാന്നിധ്യം. ഇത് അധികമായി കൊതിക്കുന്നവർക്കുള്ളതാണ് ഈ ദൈവ സാന്നിധ്യം. അളവുകൾ വെച്ച്, പരിധികൾ വെച്ച് മുൻപോട്ട് പോകുന്നവർ എല്ലാം താഴ്വരയിൽ നിൽക്കുമ്പോൾ മഹത്വത്തിൻ്റെ മറുരൂപ മലയിലേക്ക് ക്ഷണം ലഭിച്ചത് 3 പേർക്കാണ്. ഇതൊരു തിരഞ്ഞെടുപ്പാണ്. ഇന്ന് രാത്രി നിന്റെ പാട്ടുകൾക്കപ്പുറത്ത് നിന്റെ ഹൃദയത്തെ എൻ്റെ ദൈവം അറിയുകയാണ്.
നിന്റെ ഹൃദയത്തിൻ്റെ വാഞ്ച എൻ്റെ ദൈവം അറിയുകയാണ്. അധികമായി ആ ദൈവ സാന്നിധ്യത്തെ ചോദിക്കുന്ന നിനക്ക് ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം പകരുകയാണ്. ആരും കടന്നു ചെന്നിട്ടില്ലാത്ത, ആരും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി എൻ്റെ ദൈവം തുറക്കുകയാണ്. ആഴങ്ങൾ തുറന്നു കിട്ടിയവർ, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവർ പറയും, അയ്യോ നമ്മൾ ഇതുവരെ അനുഭവിച്ചതല്ല, ഇനിയും അനുഭവിക്കാൻ ഏറെയുണ്ട്. ഈ സന്തോഷം ഇത്രയല്ല, ഈ സന്തോഷത്തിന്റെ ആഴങ്ങൾ വലുതാണെന്ന് അവർ പറയും. ഇന്ന് രാത്രിയിൽ അവരെ വിമർശിക്കുന്നതിന് പകരം ഇന്ന് രാത്രി ചോദിക്കാൻ കഴിയുമോ, അതിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രിയിലും തുറക്കുന്നെങ്കിൽ അതിലേക്ക് എന്നെ നയിക്കണമേ എന്ന്. യേശുവേ, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. ചോദിക്കുമോ? നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. ഹോ, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ യേശുവേ, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. ആടിയാനിതാ സമർപ്പിക്കുന്നവർ ഇന്ന് രാത്രി ആടിയാനിതാ. അപ്പൊ ആ തിരഞ്ഞെടുപ്പ് അതെന്നിൽ അവസാനിക്കട്ടെ. ആ ആഗ്രഹിക്കുന്ന വ്യക്തി ഞാനാണ്. ആ സാന്നിധ്യം എനിക്ക് വേണം. ഓ ആടിയാനിതാ, ഓ ആടിയാനിതാ ദേവാ. പറഞ്ഞു, നീ എൻ ദൈവം. ഓ, നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ്റെ പ്രാണനാഥൻ. യേശുവേ, ആരാധിക്കും ഞാൻ തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ. ആടിയാനിതാ, ഞാൻ എന്നെ ആരാധിക്കും യേശുവേ.
സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. യെസ് ലോർഡ്, നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ ലോകത്തിൽ ഏറ്റവും വിലയുള്ളതായി ഞങ്ങൾ ആ ദൈവ സാന്നിധ്യത്തെ കാണുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ആ സാന്നിധ്യമാണ്. ഞങ്ങളെ മുൻപോട്ട് നടത്തേണ്ടത് ആ സാന്നിധ്യമാണ്. അങ്ങ് ഞങ്ങളോട് പറഞ്ഞ ഏറ്റവും വലിയ വാഗ്ദത്തം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഈ ലോകയാത്രയിൽ കർത്താവെ, ഒന്നും ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലകളിൽ മുൻപോട്ട് പോകുമ്പോഴും, ഞങ്ങളുടെ നാളുകളെ കുറിച്ച് ഒരറിവും ഞങ്ങൾക്കില്ലാതിരിക്കുമ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു, നാളുകളെ കുറിച്ച് അറിയുന്ന ഒരുവൻ ഞങ്ങളുടെ കൂടെ ഇന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഉറപ്പ്. അതുകൊണ്ട് കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ആ സാന്നിധ്യത്തെ ഞങ്ങൾക്ക് അധികമായി ഇന്ന് രാത്രി പകർന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഒരിക്കൽ കൂടി ഉയർത്താൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തിന് നന്ദി, ശക്തിക്ക് നന്ദി, അവൻ സ്നേഹത്തിന് നന്ദി, കൃപകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരിക്കൽ കൂടി കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷക്തനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ആഗ്രഹത്തോടെ, കൊതിയോടെ കടന്നു വന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ്, ഇവരുടെ ശൈലികൾ മാറട്ടെ, ഇവരുടെ പ്രയോറിറ്റികൾ മാറട്ടെ, ഇവരുടെ ചിന്തകൾ മാറട്ടെ, ഇവരുടെ സംസാര വിഷയങ്ങൾ മാറട്ടെ. ഇവർ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് ഇവർ കൊതിയുള്ളവരായി മാറട്ടെ, വാഞ്ചയുള്ളവരായി മാറട്ടെ. മറ്റെന്തിനേക്കാൾ കൂടുതൽ അങ്ങയുടെ സാന്നിധ്യത്തിന് വില കൊടുക്കുന്നവരായി മാറട്ടെ. ഇതിനകത്ത് കർത്താവേ, ആമേൻ, ദൈവ സാന്നിധ്യത്തെ കുറിച്ച് വാചാലരാകുന്ന, ആത്മസാന്നിധ്യത്തെ കൊതിയോടെ നോക്കിക്കാണുന്ന, ദൈവ സാന്നിധ്യത്തെ ആമേൻ അവർണ്ണനീയമെന്ന് പറയുന്ന ഒരു കൂട്ടം യൗവനക്കാർ ഇതിനകത്ത് എഴുന്നേൽക്കുന്നതിനായി നന്ദി. ദൈവം അത് ചെയ്തതിനായി നന്ദി. അങ്ങയുടെ നാമം ഉയർത്തുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിപ്പാം.